ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യെസ് ഓർ നോ റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്പിരിറ്റ് ഗൈഡ്സിനോട് ചോദിക്കുക. നിങ്ങൾക്കിതിൽ ഏത് പൈൽ ചൂസ് ചെയ്യണം. ഓക്കെ, ഏതിനകത്താണ് നിങ്ങളുടെ ആൻസർ. പൈൽ 1, പൈൽ 2, പൈൽ 3 ആൻഡ് പൈൽ 4. 4 പൈൽസാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ക്രിസ്റ്റൽ വൈസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് റെഡ് കളർ, ഇത് വന്ന് ബ്ലൂ കളർ, ഇത് ഗ്രീൻ ആൻഡ് ദിസ് യെല്ലോ. ഓക്കെ, കളർ വൈസ് ആണ്. ഈ കളർ വൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസേഴ്സ് സ്പിരിറ്റ് തരട്ടെ. ഓൾറൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ഞാൻ എപ്പോഴും പറയാൻ മറക്കുന്നൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളെല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് കോമൻസും അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് പോവാം. ഹായ് പൈൽ 1, നിങ്ങളിവിടെ ഈ റെഡ് ക്രിസ്റ്റലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ചക്ര ക്രിസ്റ്റലാണ്. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങളുടെ ആൻസർ ഈസ് നോ. ഓക്കെ, പൈൽ 1ൻ്റെ ആൻസർ നോ ആണ്. നിങ്ങൾ എന്താണ് ചോദിച്ചിരുന്നത് അതിന് സ്പിരിറ്റിൻ്റെ ഇപ്പോഴത്തെ ആൻസർ. ഓക്കെ, സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആസ് ഓഫ് നോ എന്താ സ്പിരിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൻസർ ഇസ് നോ. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ട് നോ. കാരണം നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന്. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് നോ തന്നെ കിട്ടുന്നതാണ് നല്ലത്. ഓക്കെ, ചില സിറ്റുവേഷൻ്റെ കേസായിരുന്നാലും, അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസിൻ്റെ കേസായിരുന്നാലും, ചില ആൾക്കാരുടെ കേസായിരുന്നാലും, ചില റിലേഷൻഷിപ്പിൻ്റെ കേസായിരുന്നാലും, ചില ജോബ് സിറ്റുവേഷൻ്റെ കേസായിരുന്നാലും, ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ നോ എന്താ പറയുക, ഫസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ നോ സ്പിരിറ്റ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മൂവിങ് ഫോർവേഡ് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് നന്നായി. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ നന്നായി, ദയവായിട്ട് അത് മാറ്റി എന്ന് നമ്മൾ തന്നെ പറയാറുള്ള ഒരുപാട് സിറ്റുവേഷൻ നമുക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നോ ആൻസർ കിട്ടിയത് പിന്നീട് നിങ്ങൾക്ക് ലൈക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലായി അത് കറക്റ്റായിരുന്നു, അവിടെ ആ സമയത്ത് ദൈവം നോ പറഞ്ഞത് തന്നെ നല്ലതെന്ന് തോന്നി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ഷെയർ ചെയ്യണേ. ഓൾറൈറ്റ് സ്പിരിറ്റ്, എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ നോ എന്നുള്ളതാണ്. ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, എന്തുകൊണ്ട് ഇവർക്ക് ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ പൈൽ 1ൻ്റെ ആൻസർ നോ സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. പൈൽ 1 ആൻസർ ഇസ് നോ. പെർഫെക്റ്റ് ടൈമിംഗ്. In the near future, recovery and no need to worry. Wow. That is something better. That's it. അത്രേ ഉള്ളൂ. നമുക്ക് വേറൊന്നുമല്ല, ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കാതിരുന്നത് നന്നായി എന്നുള്ളത്. ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ആ റിലേഷൻഷിപ്പിനേക്കാളും കുറേ കൂടി നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റായി വരുന്നുണ്ട്, നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. അല്ല, നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ ജോബ് സിറ്റുവേഷനാണ് ചോദിച്ചെങ്കിൽ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പറയുന്നതെന്ന് വെച്ചാൽ അതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, അതിനേക്കാൾ നല്ല, നമ്മൾ പറയില്ലേ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് അപ്പോഴത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു നീഡനുസരിച്ച് നമ്മൾ പറയേണ്ടത് ഈശ്വര ഭഗവാൻ എനിക്ക് ഈ ജോലി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ആ നീഡനുസരിച്ചായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ജോബ് സിറ്റുവേഷനിൽ കയറി കഴിയുമ്പം നമ്മൾ എനിക്ക് ഈശ്വര കിട്ടിയതല്ലേ ഏനെയായിപ്പോയല്ലോ നമുക്ക് തോന്നുന്നു. ഒരുപാട് സിറ്റുവേഷൻസ് ജോബ് റിലേറ്റഡ് ഒരുപാട് പേർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം ചില റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പറഞ്ഞു ഈശ്വര ഭഗവാനെ അദ്ദേഹത്തിന് നമ്മളെ തന്നെ ഇഷ്ടമാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ അത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായി ഈശ്വര ഈ പറഞ്ഞ പോലെ ഒരുപാട് സയൻസ് അല്ലെങ്കിൽ പല സിങ്ക്രണസിറ്റീസൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് നെഗറ്റീവാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ജോബ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആൻസർ അല്ല, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടും നമ്മൾ എന്താ പറയുക അതിനെ ഇഗ്നോർ ചെയ്ത്
ഓക്കെ വേണ്ട അതല്ല, അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് നോ കിട്ടിയിരിക്കുന്നത് ദെയർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇമോഷണലി ഹാപ്പി ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആൻസർ ഡെഫിനറ്റ്ലി ഉണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഓക്കെ എല്ലാം നിങ്ങളുടെ കേസിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു റീസൺ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നോ ആൻസർ കിട്ടിയെന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ഈ പറഞ്ഞ പോലെ. മേ ബി നമ്മുടെ ഈ റീഡിങ് പെർഫെക്റ്റ് ടൈമിങ്ങിലായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ചിലർക്ക് ഈ രണ്ട് നോയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഈ രണ്ട് നോയ്ക്കും ഒരു വലിയ സിമിലാരിറ്റി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നോയും നോ നീഡ് ടു വെറിയുടെ നോയുടെ ലൈക്ക് നിങ്ങൾക്ക് അതിൽ എന്താ പറയുക, നോ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങളൊട്ടും ടെൻഷൻ ആവണ്ട. അല്ലെങ്കിൽ നോ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ പറയില്ല ചില സിറ്റുവേഷൻ നമുക്ക് ആ നോ തന്നെ കിട്ടിയാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ ആവുമെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിലത്തേക്ക് ആ ഒരു നോ, ഓക്കെ അതെന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നോ തന്നെയാണ് ഇപ്പോഴത്തെ ആസ് ഓഫ് നോ ആൻസർ. ഓക്കെ അത് മാത്രമല്ല ആ നോ വന്നതിൻ്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നെ പല ഇതിനകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഏറ്റവും റിലേറ്റീവ് അടുത്ത ആൾക്കാരുടെ ആരെങ്കിലുമൊക്കെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റൻ ആയിരുന്നെങ്കിൽ അത് പക്ഷേ റിക്കവറി. ഓക്കെ എനിക്ക് പക്ഷേ ഇതിൽ നോ റിക്കവറിയേക്കാളും എനിക്ക് റിക്കവറിയുടെ എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ്. എനിക്ക് അവർ റിക്കവറായി വരുന്നു എന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സെൻസാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓൾറൈറ്റ്, നമുക്ക് ഫർദർ കാർഡ്സ് എന്താ പറയുന്നതെന്ന് നോക്കാം. ഫർദർ ഇൻ ഡെപ്തിൽ എന്താ വരുന്നതെന്ന് നോക്കാം. സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. എനിക്ക് അറിയേണ്ടത് ഫർദർ പൈൽ 1 അറിയേണ്ട എന്തെങ്കിലും ഇൻ പർട്ടിക്കുലർ ഉണ്ടോ സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ്. ഓൾറൈറ്റ്, അപ്പം നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും എക്സ്ട്രാ മെസ്സേജ് സ്പിരിറ്റിന് തരാനുണ്ടോ. ഈ നോയുടെ സെക്യൂരിറ്റി ആൻഡ് ആക്ഷൻ. പ്യൂരിഫിക്കേഷൻ. Purification and bottom of the deck energy is abundance. All right, okay spirit, okay ഓൾറൈറ്റ്. നമുക്കപ്പോൾ കിട്ടുന്ന വേറെ കാർഡ്സ് എന്ന് വെച്ചാൽ അബണ്ടൻസിൻ്റെ കാർഡുണ്ട്, സെക്യൂരിറ്റി, ആക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബ് സിറ്റുവേഷനോ നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അബണ്ടൻസ് നമ്മുടെ റിയാലിറ്റിയിൽ നമുക്ക് മാനിഫെസ്റ്റായി വരുന്നത് അതിനേക്കാൾ സംതിങ് ബെറ്റർ. കാരണം ചില സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നും ഇപ്പം നമുക്ക് അതാണ് നീഡഡെന്ന് തോന്നും, പക്ഷേ ഇപ്പോഴത്തെ മാത്രം നീഡായിരിക്കും. അതായത് ഒരു ജോബാവട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു കാർ എടുക്കുന്നത് പോലും ഈവൻ ആവട്ടെ. എനിക്കറിയില്ല ആരെങ്കിലും കാർ എടുക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ പോലും ആവട്ടെ. പക്ഷേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാവട്ടെ, എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ കുറേ കൂടി നല്ലത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വെയിറ്റിംഗ് ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കാർഡായിട്ടാണ് എനിക്കിവിടെ കിട്ടുന്ന ഒരു മെയിൻ എനർജി. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും ഇപ്പം ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇപ്പം ആസ് ഓഫ് നോ നമ്മൾ പറയില്ല, ചില സമയത്ത് നമ്മളൊന്ന് ടൈം ഒന്ന് ബ്രേക്ക് ചെയ്യുക, ഒരു കുറച്ച് ബ്രേക്ക് എടുക്കുക, അതിന് ശേഷം നമ്മൾ ചെയ്യുക. ഓക്കെ, അതുപോലെ പ്യൂരിഫിക്കേഷൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പം റീസെൻ്റ്ലി വെള്ളം കുടി കുറച്ച് കുറവാണെങ്കിൽ എനിക്ക് ഒരു സജഷനും കൂടെ ഉള്ളത് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം അത് നമ്മുടെ എനർജി ഫ്ലോയെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു ഭയങ്കര പാഷൻ, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ഒരുപാട് എന്താ പറയുക, ഇതിൽ റൂട്ട് ചക്രയുടെ ക്രിസ്റ്റലാണ് നമുക്ക് കിട്ടിയെങ്കിലും നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്ര വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടുതൽ ഏരീസ് എന്താ പറയുക
ഏരീസ് എനർജി, ലിയോ എനർജിയൊക്കെയാണ് എനിക്കിതിനകത്തുനിന്ന് കിട്ടുന്നത്. നോക്കാം ഫർദർ എന്താണ് സ്പിരിറ്റിന് പറയാനുള്ളത് ഈ നോയെ പറ്റി. സ്പിരിറ്റ് എന്താണ് ഇനി ഫർദറായിട്ട് പറയാനുള്ളത്? എന്തെങ്കിലും പ്രത്യേക ഗൈഡൻസ് ഉണ്ടോ സ്പിരിറ്റ്? നോക്കി സണ്ണിൻ്റെ എനർജി ഉണ്ടേ. സൺ, 6 of Wands, Queen of Cups and Knight of Swords. All right. Super. Bottom of the deck, 9 of Wands. ഓൾ റൈറ്റ്. 9 of Wandsൻ്റെ കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയ. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ നോയ്ക്ക് ഇപ്പം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവണം. ഓക്കെ, ചില ആൾക്കാരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടാവാം. ബട്ട് ഫ്യൂച്ചറിൽ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്, സക്സസ്സാണ്, ഇമോഷണലി ഹാപ്പി ആവുന്ന സിറ്റുവേഷനാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ പീരീഡ് എൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ നിങ്ങൾക്ക് ജൂൺ മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് 11 നമ്പർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പർ തന്നെ ആയിരിക്കും 11. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ, ചില മാനിഫെസ്റ്റേഷൻസ് വരാൻ ചില ഡിലീസ് ഉണ്ടാവും. ആ ഡിലീസിൻ്റെ റീസൺസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഗോയിങ് ഫോർവേഡ് നമുക്ക് മനസ്സിലാവും ആ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ വരാനായിട്ടുള്ള താമസം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. ഓൾ റൈറ്റ്. എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നൗ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായി എന്നുള്ള. കാരണം ചില സമയത്ത് നമുക്ക് ഈ നോ കിട്ടുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. പക്ഷേ ഗോയിങ് ഫോർവേഡ് നമുക്ക് ഈ നോയിലൂടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ നല്ലത് നമ്മുടെ ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ആ വെയിറ്റിംഗ് ആണെന്നുള്ളതാണ്. ഓൾ റൈറ്റ്. സോ പൈൽ 1 എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ നോവിൻ്റെ റീസൺ കിട്ടിയിട്ടുണ്ട്, അത് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ്. കാരണം ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സിൽ ഈ ക്യൂൻ ഓഫ് കപ്സിൽ ഈ പുള്ളിക്കാരത്തിൻ്റെ മെയിൻ എനർജി പുള്ളിക്കാരത്തിൻ്റെ ഇൻറ്റ്യൂഷനാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ആ ഇമോഷണൽ അല്ലെങ്കിൽ സീക്രട്ട് ചക്രയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഗട്ട് ഫീലിങ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓൾ റൈറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. താങ്ക് യു സോ മച്ച് പൈൽ ഫോർ കണക്റ്റിംഗ്. എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് റീഡിങ് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു സ്പിരിറ്റ് ഗൈഡ്സ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തതിൽ. നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസർ എന്താ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ക്രിസ്റ്റലാണ്. റൈറ്റ്, യെസ് ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിൻ്റെ ആൻസർ യെസ് ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് യെസ് എന്നുള്ളത്. കാരണം ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യം ആൻസർ നോ ആയിരിക്കണം എന്നാണ്. പക്ഷേ നമുക്ക് വരുന്ന ആൻസർ യെസ് ആയിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നില്ല. ഓക്കെ, പുള്ളിയുടെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പുള്ളിക്കാരത്തിയുടെയോ പുള്ളിയുടെയോ ഒക്കെ എനർജി അല്ലെങ്കിൽ രീതികളൊക്കെ നമുക്ക് തോന്നും ലൈക്ക് അത് ജെനുവിൻ അല്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് തോന്നും ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മുടെ ഗട്ട് ഫീലിങ്സിനെക്കാളും നമ്മുടെ മൈൻഡ് ഓവർറൺ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കേസിൽ യെസ് എന്നുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് എന്തായാലും ക്ലാരിറ്റിയിൽ നോക്കാം. ഏഞ്ചൽ സ്പിരിറ്റ് ഗൈഡ്സ് എനിക്ക് അറിയേണ്ടത് പൈൽ 2ൻ്റെ എസ്സിൻ്റെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ആൻസർ എന്താണ്, എസ്സിൻ്റെ ആൻസർ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് സ്പിരിറ്റ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ് ഗൈസ്, ലുക്ക് ഫോർ എ സൈൻ. പീസ്ഫുൾ റെസൊല്യൂഷൻ. Don't stop. You are ready. Choose a new direction. Of course, നമ്മുടെ ബോട്ടം ലുക്ക് ഫോർ എ സൈൻ ആണ്. നോക്കാം.
ഓൾ റൈറ്റ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആൻസേഴ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളിപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ ഇല്ലേ, അത് അവിടെ ബ്രേക്കപ്പ് ആവോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി മുന്നോട്ട് പോവും. ഓക്കെ, അവിടെ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ വരും. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷനിൽ ജസ്റ്റ് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലിയുടെ കാർഡൊന്നും ഇല്ല, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു പോസിറ്റീവ് റിസൾട്ട് അതിനകത്തുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റെഡിയാണ്. ഓക്കെ, അതിപ്പോൾ നിങ്ങളൊരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കണക്ഷൻ കിട്ടിയ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ള കാര്യം ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഡൗട്ടാണ് ഞാൻ റെഡിയായോ അല്ലെങ്കിൽ ഞാൻ കണക്റ്റഡ് ആണോ, ഞാൻ അതിനുള്ള രീതിയിൽ റെഡി ആയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാണെന്നുള്ളതാണ് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞ പോലെ സ്പിരിറ്റായി ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ജോബിൻ്റെ ആ ഒരു ആവശ്യം എൻഡ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ചിലപ്പോൾ എസ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ ചിലർക്ക് എനിക്കിവിടെ നല്ല എന്താ പറയുക പുറത്തോട്ട് പോയി സെറ്റിൽ ചെയ്യുന്നതിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, ചില ആൾക്കാർ പുറത്തോട്ട് പോകാമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ളൊരു അഡ്വൈസ് സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്ത് നിന്നുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഈ യെസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞാൻ പറയില്ലേ, ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഈ ഒരു യെസ് ഓർ നോ റീഡിങ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടുന്നെങ്കിൽ. പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പല പല സൈൻസ് കിട്ടുന്നുണ്ടാവും, അടയാളങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മളെല്ലാം ബേസിക്കലി ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ട്രസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. ട്രസ്റ്റ് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്കാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യും, യൂണിവേഴ്സ് എല്ലാം നമുക്ക് കൊണ്ടുതരും, യൂണിവേഴ്സ് അബണ്ടനാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടും, നമ്മുടെ ട്രസ്റ്റ് അങ്ങ് പൊട്ടിപ്പോവും. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെയൊക്കെ ട്രസ്റ്റ് അല്ലേ. ഇതിൽ മെജോറിറ്റി സം ഓഫ് യു അങ്ങനെ ആയിരിക്കില്ല. ചിലർക്ക് ഈ പറഞ്ഞ പോലെ എന്ത് വന്നിരുന്നാലും അറിയാം ദൈവം നമ്മളെ താങ്ങിക്കോളും അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും, നമ്മളെ കൈവിട്ട് കളയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചില സമയത്ത് ചില സയൻസ് നമുക്ക് ചില റീഡിങ്ങിലൂടെ കിട്ടും. ഓക്കെ, ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാരോ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പം എനിക്ക് പല കാര്യത്തിൻ്റെ ആൻസേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് അതിന് മുന്നേ ബുക്കിൽ കൂടെ കിട്ടിയാലും എനിക്ക് പിന്നെ ഡൗട്ടാണ്, അയ്യോ ഇത് ശരി തന്നെ. അപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ ഒരു ബുക്ക് റീഡ് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ റീഡിങ്ങിന് കിട്ടുന്ന ഈ ബുക്കിൽ നിങ്ങളുടെ ആൻസർ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ബുക്ക് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക്. കാരണം ചില സമയത്ത് നമ്മളുടെ ആൻസേഴ്സ് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു പാട്ടിലായിരിക്കും. ഓക്കെ, ലൈക്ക് പലതും ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാം. ഈ കഥ പറയാൻ തുടങ്ങി കുറച്ചും കൂടി പോകും. നമുക്ക് എന്താ റീഡിങ്ങിലേക്ക് തന്നെ ബാക്ക് ടു റീഡിങ് സ്പിരിറ്റ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് യെസ്സുകാർക്ക് എന്തെങ്കിലും ഫർദർ അറിയാനുണ്ടോ, എന്ത് ഏരിയാസാണോ, ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ ആണോ ഒന്ന് പറയാമോ സ്പിരിറ്റ്? യെസ്സിൻ്റെ ആൻസർ റിലേറ്റിംഗ് ടു മിറക്കിൾസ് ആണോ കമ്മ്യൂണിറ്റി നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ടാരോ റീഡിങ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ചോദ്യം ഞാൻ ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളൂട്ടെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ട്രുത്ത് ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ കാർഡും കൂടെ എടുക്കാം. ലൈക്ക് കമ്മ്യൂണിറ്റി അല്ല, നമുക്കൊരു കാർഡും കൂടെ എടുക്കാം കേട്ടോ. പവർ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ എനർജി ഈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓ മൈ ഗാഡ് ഇല്ല സ്പിരിറ്റ് ഞാൻ എടുക്കില്ല. കമ്മ്യൂണിറ്റി ബോട്ടം ഓഫ് ദ ഡെക്ക് കമ്മ്യൂണിറ്റി തന്നെയാണ്. ഓൾറൈറ്റ്, അപ്പോൾ വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ പാസ് ചെയ്ത് പോകുന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയില്ല, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസർ ആവണം എന്ന് ആഗ്രഹമുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ റെഡിയാണോ, ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന ആൾക്കാരൊക്കെ വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് ആണ് ആൻസർ. നിങ്ങൾക്ക് എന്താണെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്, അതിനുള്ളൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട
എന്താ ഫൈനാൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സ്പിരിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളിൽ ചില ആൾക്കാർക്ക് എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ സ്പിരിറ്റ്, അത് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണോ? ഒരിക്കലും ഇല്ല. ചില സമയത്ത് ഞാൻ പറയില്ലേ, ചിലർ ഓരോന്നും ഡിവൈൻ ടൈമിംഗ് ആണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യങ്ങൾ നടന്നാൽ പെർഫെക്റ്റ് അല്ലേ. ചില സമയത്ത് ആ ഡിവൈൻ പവർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ്റെ ഒരു എന്താ പറയുക കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ സമയം ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മളെ ദൈവം ഒരിക്കലും കൈവിട്ട് കളയില്ല. അതുപോലെ നമ്മുടെ സമയം കറക്റ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു ചേരും. നമ്മളായിട്ട് ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. അപ്പം നിങ്ങൾക്ക് ഈ യെസ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട, നമ്മൾ പറയുക ചില കാര്യങ്ങളെക്കുറിച്ചൊരു സത്യം അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഡെഫിനറ്റ്ലി അത് യെസ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു സത്യം അറിയാനുള്ള സമയം അധികം താമസിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷനെക്കുറിച്ചോ ഒരു പാർട്ടിക്കുലർ പേഴ്സണെക്കുറിച്ചോ ഉള്ള സത്യം അറിയണമെന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരും. അത് മാത്രമല്ല, ചില ആൾക്കാർ എവിടെയെങ്കിലും അഡ്വഞ്ചർ ട്രിപ്പിന് പോകാനായിട്ടൊരു ഡൗട്ട്ഫുള്ളായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു അഡ്വഞ്ചർ ട്രിപ്പ് ഡെഫിനറ്റ്ലി ഞാൻ അപ്കമിങ് വീക്സിൽ കാണുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല പവർ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു ഇന്നർ പവറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ കോമ്പസ് ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ ആ ഒരു ഇന്നർ പവർ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെ എനിക്കിവിടെ കാഴ്ചനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഫർദർ എന്ത് ഗൈഡൻസ് ആണുള്ളത് നിങ്ങളുടെ യെസ്സിനുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ടുണ്ടോ സ്പിരിറ്റ്. യെസ്സിന് വേണ്ടുന്ന ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ടുണ്ടോ? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. Okay, the Michael Spirit. Okay, the World card, the Star, wow, Strength card, and Temperance. സൂപ്പർ, ഒന്നും പറയില്ല കേട്ടാ. എന്ത് ചേഞ്ച് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു മേജർ ചേഞ്ചാണ് കേട്ടോ. ഇതിപ്പം എന്തിൻ്റെ യെസ് ആണ് നിങ്ങൾ ചോദിച്ചെങ്കിലും ബോട്ടം ദ ക്യൂൻ ഓഫ് സോർഡ്സ്, ഡിസിഷൻ മേക്കേഴ്സ്, ഗോ ഹെഡ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു. ഓക്കെ, നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ മനസ്സിൽ വരുന്നത് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഒരു കാലിബറുണ്ട്, നിങ്ങൾക്ക് അതിനുള്ളൊരു സിറ്റുവേഷനുണ്ട്, നിങ്ങൾക്ക് അതിനുള്ളൊരു വിഷനുണ്ട്. നിങ്ങളൊരു വലിയൊരു വിഷണറി ആയിരിക്കും, അതിനകത്ത് എനിക്ക് ഡൗട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ്, ഈ പറഞ്ഞ റീഡിങ്, ഇവർ വായിക്കുന്ന റീഡിങ് ശരിയാണോ സ്പിരിറ്റ് എന്നുള്ള ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കൺഫർമേഷനായിട്ട് ബട്ടർഫ്ലൈസും അതുപോലെ റെയിൻബോ അതുപോലെ എന്താ പറയുക ഏഞ്ചൽ ഫെദർ, എനിക്കെന്തോ ഇന്നത്തെ ഫെദറിൻ്റെ എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. ഫെദേഴ്സ് എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങളുടെ ആൻസർ യെസ് തന്നെയാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷനിലൂടെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കംപ്ലീറ്റായി നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളെ വിളിക്കുന്നു. ചിലർക്ക് ഇത് ലൈഫ് പർപ്പസിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ചെയ്യാൻ പോകുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു, അത് ചെയ്യണോ വേണ്ടുന്നൊരു കൺഫ്യൂഷനുള്ള സ്റ്റേജിലായിരുന്നു. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ചെയ്യുന്നു. 4 മേജർ ആർക്കാണ് 5 കാർഡ്സ് എടുത്താലും ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ സൂപ്പർ യെസ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്ര സൂപ്പർ എനർജി, സൂപ്പർ വൈബ്സ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു, നമ്മുടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നു, നിങ്ങൾ നമ്മൾ പറയുക നിങ്ങളുടെ റിയലായിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയില്ല, നമ്മളെ പച്ചയ്ക്ക് കാണിക്കുക എന്ന് പറയും. 2, 3, 4 നമ്പർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പർ ആവാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എസ്പെഷ്യലി അത് എൻ്റെ വൺ ഓഫ് മൈ ഏഞ്ചൽ നമ്പേഴ്സാണ്. ഞാൻ പൈൽ 2 ആണ് ചൂസ് ചെയ്തിരുന്നത്. സോ എനിക്കും ഇതൊരു വലിയ ഗൈഡൻസ് ആണ് സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ എന്താ പറയുക, ഈ യെസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, ഞാൻ റെഡിയാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പല സൈൻസും എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, ലൈക്ക് എൻ്റെ കമ്മ്യൂണിറ്റി എന്നോട് ചേരുന്നുണ്ടെന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ സ്പിരിറ്റ് പിന്നെയും ഇത് സ്പിരിറ്റിൻ്റെ വേ ഓഫ് ടോക്കിംഗ് ആണ്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇറ്റ്സ് അപ് ടു യുവിൻ്റെ കാർഡ് വരും. അവിടെയാണ് നമ്മൾ പിടികിട്ടുന്നത്. മീൻസ് ഇതുപോലെ ഏഞ്ചൽ ആൻസേഴ്സിനകത്ത് ഇറ്റ്സ് അപ് ടു യുവിൻ്റെ കാർഡ് വരും. അതായത് നമ്മുടെ അടുത്ത് പലതവണ പല റീഡിങ്ങിൽ പലരിലൂടെ പറഞ്ഞിട്ട് നമ്മൾ
മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്പിരിറ്റ് വിടും നമ്മളെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങ് വിടും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന മെയിൻ കാർഡ് ഇറ്റ്സ് അപ് ടു യു ആയിരിക്കും. എനിക്കറിയില്ല, ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ വേറെ യെസ് ഓർ നോ റീഡിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യുവിൻ്റെ കാർഡ് വന്നാൽ ഞെട്ടൊന്നും വേണ്ട. സ്പിരിറ്റ് പലയിടത്തും പറഞ്ഞിട്ട് നമ്മൾ പലയിടത്തും പറഞ്ഞാലും നമുക്ക് പിന്നെയും കൺഫർമേഷൻ വേണം. നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ടാണല്ലോ. എനിവേ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റി കിട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് കിട്ടി, ഒരുപാട് സന്തോഷം ഗൈസ്. കണക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ യെസ് മാനിഫെസ്റ്റായി വരട്ടെ, സൂപ്പർ ബൈ മാറട്ടെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ. ഹായ് പൈൽ 3, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗ്രീൻ കാർഡാണ്. ഗ്രീൻ കാർഡല്ല, ഗ്രീൻ ക്രിസ്റ്റലാണ്. ഓക്കെ, നിങ്ങളുടെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ നോ. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരുന്നു സ്പിരിറ്റിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. എസ്പെഷ്യലി ഏഞ്ചൽ ഒറക്കിൾ കാർഡ്സാണ്. ഏഞ്ചൽസിന് നിങ്ങളുടെ ഈ നോവിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. സ്പിരിറ്റ് എന്താണ് ഈ നോ? താങ്ക് യു. പൈൽ 3-ക്കുള്ള ആൻസർ സ്പിരിറ്റ്. എന്താണ് ഈ നോ? എന്തുകൊണ്ടാണ് ഈ നോ? ഓൾറൈറ്റ് സ്പിരിറ്റ് ഗൈസ്, താങ്ക് യു. റീകൺസിഡർ. Not the right time. Okay. Ask your angels. Forgiveness within the next few months. And reconsider, of course. അപ്പോൾ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് ഒരു ആൻസർ വേണ്ടുന്നത്. അപ്പം അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓഫ് കോഴ്സ് അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നോട്ട് ദ റൈറ്റ് ടൈം ഉണ്ട്. അപ്പോൾ ചില മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോ വരുന്നത് അതിനൊരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്കിവിടെ നിങ്ങളുടെ കേസിൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലവ് എനർജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ ഓഫ് ജോബ്, ബിസിനസ്, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ റെഡിയാണെന്ന്. പക്ഷേ ചിലപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടാവില്ല. അപ്പം ആ സമയത്ത് സ്പിരിറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് യെസ് ഗോ ഹെഡ് എന്നുള്ളൊരു സൈൻ കിട്ടില്ല. അപ്പം ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഏതെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും നന്നായിട്ട് പ്രോസ് ആൻഡ് കോൺസ് നോക്കി. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി വന്നു, അപ്പം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് നിങ്ങളുടെ ആണെന്ന്. പക്ഷേ എന്നാലും റീകൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ റീകൺസിഡർ ചെയ്ത് തന്നെ നോക്കണം. കാരണം 2 സിറ്റുവേഷൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏതാ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാ ഓപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ആ സിറ്റുവേഷൻ നന്നായിട്ട് റീകൺസിഡർ ചെയ്യുക. അത് മാത്രമല്ല, ഇതിൻ്റെ ചില സമയത്ത് നമ്മൾ പറയില്ലേ ടൈം നോട്ട് ദ റൈറ്റ് ടൈം ആണ്, പക്ഷേ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇതിലൊരു ചേഞ്ച് വരും. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ആസ് ഓഫ് നോ ചെയ്യട്ടെ അല്ലെങ്കിൽ ആസ് ഓഫ് നോ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യത്തിനാണെങ്കിൽ ഇപ്പം നിങ്ങൾ ടൈം എടുക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല ഇതിനകത്ത് ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ഉണ്ട്. ചില സമയത്ത് ചില സിറ്റുവേഷൻസ് ഉണ്ടാകും, നമ്മളിപ്പം എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു റിലേഷൻഷിപ്പിലായിരുന്നിട്ടുണ്ടാകും, അതിലെന്തെങ്കിലും ബ്രേക്കപ്പോ കാര്യങ്ങളോ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഫോർഗീവ് ചെയ്ത്, കാരണം നിങ്ങളിപ്പം ചിലപ്പം എനിക്ക് മിക്കവാറും വരുന്ന റീഡിങ്സിനകത്ത് ഒരു ക്രൈറ്റീരിയ ഇതാണ്. കാരണം ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു, ബ്രേക്കപ്പായി കഴിഞ്ഞപ്പോൾ അടുത്ത റിലേഷൻഷിപ്പിൽ ചാടിപ്പോയി. ഓക്കെ, അടുത്ത റിലേഷൻഷിപ്പിലെത്തി, രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എത്തിയപ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ വരുമ്പം ഞാൻ പറയുന്ന ഫസ്റ്റ് കാര്യം ഫോർഗീവ്നെസ്സിൻ്റെ കാര്യമാണ്. നമ്മൾ ക്ഷമിക്കുക. ആരുടെ ക്ഷമിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ അടുത്ത് തന്നെ ക്ഷമിക്കുക. അതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ക്ഷമിക്കാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന് ഫോർഗീവ്നെസ്സിൻ്റെ കാർഡ് വരുമ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫോർഗീവ്നെസ് എനർജിയിലേക്ക് എത്തുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ സ്പിരിറ്റിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എസ്പെഷ്യലി പൈൽ 3 ചൂസ് ചെയ്ത പല ആൾക്കാരും നന്നായിട്ട് മെഡിറ്റേഷൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഏഞ്ചൽസിനോട് ഇതിൻ്റെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി, ഒരു പിക്ചർ കിട്ടാൻ നിങ്ങൾക്ക് പറ്റും. എനിക്കിവിടെ ടെമ്പറൻസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡൗട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല, നമുക്ക് നോക്കാം കാർഡ്സ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആൻസർ ആസ് ഓഫ് നോ ആണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോബ് അല്ലേ, ഇതെൻ്റെ ജോബ് അല്ലേ, അല്ലെങ്കിൽ ഇതെൻ്റെ ജോബാണോ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ വരാം. അല്ലേ എന്ന് ചോദിക്കുമ്പം
അല്ല എന്ന് പറയുകയും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആണോ എന്ന് ചോദിക്കുമ്പോഴും വല്ലാതെ കിട്ടുന്ന പോലൊരു എന്താ പറയുക, ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചില റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില ആൾക്കാർ, ചില എന്താ പറയുക സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ റിയാലിറ്റിയിൽ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് സ്പിരിറ്റ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒക്കെ ചില സമയത്ത് തരുന്ന ഒരു ആൻസർ തന്നെയാണ് നോ. അപ്പം ഈ ഒരു നോയിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട, നെഗറ്റീവ് സെൻസിൽ എടുക്കുക വേണ്ട. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ നോ എന്ന് പറയുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻസ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കണോ അതേ വിദേശത്ത് പോകണോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ വിദേശത്ത് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്ന് നോ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ചിലപ്പം നമ്മൾ പറയില്ലേ, അവിടെ പോയി കഷ്ടപ്പെടുന്നതിനേക്കാളും സ്പിരിറ്റിന് ഇവിടെ എന്തെങ്കിലും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരാനുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫ്യൂച്ചർ ഈസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് ഈ എനർജി വൈസ് മാത്രമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് അറിയാൻ പറ്റും. അത്രയും തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസും നമ്മുടെ എനർജീസൊന്നും ബാലൻസ് ആവാത്തതിൻ്റെ റീസൺ നമ്മൾ ആ ഒരു ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയിലേക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ക്ഷമിക്കാനുള്ളതായിട്ട് നിങ്ങൾക്ക് എന്നത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ഷമിക്കുക. നിങ്ങളോട് ക്ഷമിക്കുക, അവരോട് ക്ഷമിക്കുക, സിറ്റുവേഷനോട് ക്ഷമിക്കുക. അതിനകത്തുള്ള എനർജീസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, മുന്നോട്ട് പോവുക. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഫർദർ എന്താ സ്പിരിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഗൈഡൻസ് നിങ്ങളുടെ നോയ്ക്ക് വേണ്ടിയിട്ട്. സ്പിരിറ്റിനെ നമുക്ക് ഈ നോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫർദർ ഗൈഡൻസും തരുമോ? നോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫർദർ ഗൈഡൻസ് തരാമോ സ്പിരിറ്റ്? One more time. താങ്ക് യു. നോയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഫർദർ ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വിസ്ഡം. നിങ്ങൾക്കിത് ഇത് നോ തന്നെ ആയിരിക്കും ആൻസർ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇൻഡ്യൂട്ടീവ്ലി ഫീലിംഗ് കിട്ടിയതാണ്. പിന്നെ ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനർജി. ഓക്കെ, ത്രൈവിങ്. ആക്ഷൻ ഇതേ പ്ലേസിൽ ഇതിന് മുന്നത്തെ ഏതോ ഒരു റീഡിങ്ങിൽ അതും ഒരു നോ ആയിരുന്നു. അതിൽ വന്നിട്ടുണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ വോയേജ്. ഓക്കെ, ഞാൻ എടുക്കാം സ്പിരിറ്റ്. ആൻഡ് റിലാക്സേഷൻ, ചില്ലിയൻ. ഡെഫിനറ്റ്ലി ചിലപ്പോൾ നമുക്ക് ചില്ല് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പം നമ്മൾ ചില്ല് ചെയ്താൽ മാത്രമേ നമ്മുടെ എനർജി ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആക്ഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പം ചിലപ്പോൾ നമ്മുടെ എനർജിയിൽ നമ്മളൊന്നും അത്രയും കാമായിരിക്കില്ല, നമ്മളൊന്നും റിലാക്സ്ഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു റിലാക്സേഷൻ എനർജിയിലേക്ക് പോവുക. ചിലർക്ക് ഡെഫിനറ്റ്ലി ഇത് ബുക്കിൻ്റെ റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് പർട്ടിക്കുലർലി വായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കാം. സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ഇപ്പോൾ ടൈം ആയിട്ടില്ല, പക്ഷേ മൂവിങ് ഫോർവേഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് അതിനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ പലരും ഡെഫിനറ്റ്ലി ഇതിനകത്ത് യാത്രയുടെ എനർജി ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവല്ലോ, പക്ഷേ അധികം താമസിയാതെ ആ ഒരു യാത്രയും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിസ്റ്റം, ഒരുപാട് അറിവുകൾ വന്നു ചേരുകയും അതിൻ്റെ തരത്തിലുള്ള ആക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയൊക്കെ ചെയ്യുന്നതായിട്ട്. നോയുടെ ആൻസർ ഇത്രയും ഹൈ എനർജി കിട്ടും ഞാൻ സീരിയസ്ലി വിചാരിച്ചതല്ല കേട്ടോ. സീരിയസ്ലി ഭയങ്കര എന്താ പറയുക, സ്പിരിറ്റ് പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചുമ്മാ റാൻഡംലി ഇനി എന്ത് പറയുന്നു എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് എനിക്ക് സീരിയസ്ലി ഡൗട്ടുണ്ട്. കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആണെന്നും നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സ് ഒന്നും നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ഒന്നും കറക്റ്റ് അല്ലാതാവില്ല, കറക്റ്റായിരിക്കും, ഓൺ പോയിൻ്റ് ആയിരിക്കും എന്നൊക്കെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ റാൻഡംലി എന്തായാലും റീഡിംഗ് എന്ന് കേട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ ഒരുപാട് നന്ദി. താങ്ക് യു പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഓൾ റൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്ക് അറിയേണ്ടത് ഫർദർ ഇവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ്, നോക്കാർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടോ സ്പിരിറ്റ്? ക്യൂൻ ഓഫ് സോർട്സ്, ഏസ് ഓഫ് കപ്സ്, 9 of cups, 10 of swords, and bottom 5 of pentacles. 5 of pentacles energy ആണ്. വാവ്,
അപ്പോൾ എനിക്ക് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ വിഷ് ഫുൾഫിൽമെൻറ്റ്. ഇപ്പം നമ്മൾ പറയില്ലേ ചില സമയത്ത് നോ കിട്ടുമ്പോൾ വളരെ നല്ലതെന്ന് ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ഈ നോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ നോ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടിയെത്തുക. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, 9 ഓഫ് കപ്സ് ഉണ്ട്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡുമാണ്. അതുപോലെ തന്നെ ഹീലിംഗ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻ പർട്ടിക്കുലർലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയൊക്കെ പാസ് ചെയ്തു പോകും. ഓക്കെ, അപ്പം ആ സമയത്ത് ഇപ്പം ഇവിടെ ഫർഗീവ്നെസ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ ഡിവൈൻ ഹീലിംഗ് എനർജി, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണെന്നുള്ളൊരു കൺഫർമേഷൻ കൂടിയുണ്ട്. അത് മാത്രമല്ല ക്യൂൻ ഓഫ് സോർട്സിൻ്റെ കാർഡ്. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത് അല്ലെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിസ്റ്റം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ടഫ് പീരീഡ്, നിങ്ങളുടെ ലൈഫിലെ ടഫ് സിറ്റുവേഷൻസ്, നിങ്ങളൊരു സൈക്കിൾ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സൈക്കിൾ എൻഡ് ചെയ്ത് പുതിയൊരു സൈക്കിളിലേക്ക് കയറുന്നു, പുതിയൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ 10 ഒക്കെ. കാരണം 9 കഴിഞ്ഞാൽ 10 ആണ് വരുന്നത്. അതേ ഓർഡറിൽ തന്നെ നിങ്ങളുടെ വന്നിട്ടുണ്ട്. പക്ഷെ 9ൻ്റെ കാർഡ് എസ്പെഷ്യലി നമ്മുടെ ഇമോഷണൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കേസാണ്. പിന്നെ പലർക്കും ഇതിനകത്ത് ഈ പറഞ്ഞ ഫൈനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആ ഫൈനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫൈനാൻസ് നിങ്ങളിലേക്ക് വരുന്നു, മണി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് ഈ കാർഡ്സിലൂടെ കിട്ടുന്നുണ്ട്. ഹീലിംഗ് എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷൻ ടഫ് പീരീഡ് ആണെങ്കിലും നമ്മൾ അതിനകത്ത് നിന്ന് വാക്ക് അവേ ചെയ്യുക അല്ലെങ്കിൽ വാക്ക് ത്രൂ ചെയ്യുമ്പോൾ സ്പിരിറ്റ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് ഇവിടെ എസ്പെഷ്യലി എനിക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പൂർവികരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം 10 ഓഫ് സോർട്സിലെ ക്രോയുടെ എനർജി കാണുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മെയിൻ എനർജി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജീസാണ്. അപ്പോൾ അവരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് നിങ്ങൾ പാസ് ചെയ്ത് പോകുന്ന ഓരോ വിഷമമുള്ള സിറ്റുവേഷനിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് വേണ്ടുന്ന വഴി തുറന്നു തരാനും ഒക്കെ എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും റൊട്ടീനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂ മൂണിന് അവർക്ക് വേണ്ടി അവരെ കരുതി നിങ്ങൾ ബലിയിടാൻ പോവുകയോ അല്ലെങ്കിൽ ഇത് എന്താ പറയുക മെഴുകുതിരി കത്തിക്കുന്ന എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും നിങ്ങളുടെ റീഡിങ് കാണുന്നത് വളരെ പോസിറ്റീവാണ്. നോ ആണ് ആൻസർ കിട്ടിയിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റീഡിങ്, നല്ല എനർജി. പിന്നെ എസ്പെഷ്യലി നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഈ ഗൈഡൻസിൽ നല്ല കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് താങ്ക് യു പറഞ്ഞ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. Hi Pile 4, welcome to your reading. Thank you so much for connecting. എനിക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും എല്ലാം ഒരുപാട് സന്തോഷം. നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസർ എന്താണ്. ആൻസർ ഈസ് യെസ് ആൻഡ് ഇറ്റ്സ് എൻ എസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ചില സമയത്ത് ഈ ആൻസർ യെസ് നമുക്ക് മനസ്സിലാവാറില്ല, പക്ഷേ ചില കാര്യങ്ങൾക്ക് യെസ് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവാറുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾക്ക് ഒരു യെസ്സിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ യെസ്സിൻ്റെ സ്പിരിറ്റിന് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളുടെ എന്താ പറയാനുള്ളത്. കാരണം അത് ചിലപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് റെഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസിന് റെഡി ആയിരിക്കും, ആ പർട്ടിക്കുലർ എന്താ പറയുക ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും. എന്തെങ്കിലും ആരുടെയെങ്കിലും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അതിന് ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ നിങ്ങൾ റെഡി ആയിരിക്കും. അങ്ങനെ നോക്കാം എന്താ യെസിൻ്റെ ബാക്കി. ബി അസർട്ടീവ്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവിങ് ഹെൽത്ത്. ചിലർക്ക് ഇത് ഹെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളതിൻ്റെ സക്സസ് റേറ്റ്. ആൻഡ് എ ഇയർ ഫ്രം നൗ
എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, യെസ് കിട്ടിയിട്ടും കൺഫ്യൂഷനാണെങ്കിൽ വിത്തിൻ എ ഇയർ ഫ്രം നൗ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുന്നു. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്നു. നിങ്ങൾക്ക് ഡിവൈൻ ഹീലിംഗ് അവൈലബിൾ ആവുന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു അസർട്ടീവ് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എസ്പെഷ്യലി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും അതായത് പല കാര്യങ്ങളും നിങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് എനിക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. അത് മാത്രമല്ല ഈ എസിൻ്റെ കാർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ സക്സസ്ഫുൾ ആവും. നിങ്ങളുടെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് സക്സസ് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക. എനിക്കറിയില്ല ഗൈസ്, ഞാൻ മിക്കവാറും ട്രസ്റ്റ് വെച്ചിട്ട് എന്താണ് റീഡിങ് ചെയ്യിക്കാതെ നമ്മൾ എന്താ ട്രസ്റ്റ് ചെയ്യുന്നത് ചില സമയത്ത് എനിക്ക് ഡൗട്ട് തോന്നാറുണ്ട്. ഡെഫിനറ്റ്ലി ശരിയാണ്, നമ്മുടെ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം, ഡിവൈൻ ഗൈഡൻസിനെ ട്രസ്റ്റ് ചെയ്യണം, ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യണം. പക്ഷേ ചില സമയത്ത് എന്തിനാ സ്പിരിറ്റെ ട്രസ്റ്റ് ചെയ്യേണ്ടത്, ഇനി എന്ത് ട്രസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിക്കാറുള്ള ഒരാളാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക. കാരണം ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയിൽ അധികം താമസിയാതെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയുണ്ട് ഇതിനകത്ത്. സ്പിരിറ്റ് ഫർദർ ഗൈഡൻസ് ഫോർ നമ്മുടെ ഫയൽ 4-ന് അവരുടെ യെസ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫർദർ ഗൈഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഏരിയ ഉണ്ടോ സ്പിരിറ്റ്. ഫയൽ 2-ന് സോറി, നിങ്ങൾ ഫയൽ 2 എന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ 444 നമ്പർ കാണുന്നുണ്ടോ ഗൈസ്? കാരണം ഞാനിപ്പം 444 നമ്പർ നിങ്ങൾക്ക് വേണ്ടി കണ്ടു. 444 നമ്പർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏഞ്ചൽ നമ്പറാണ്. നിങ്ങളുടെ പല കാര്യത്തിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് കിട്ടുന്നൊരു നമ്പറാണ്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ സർ, താങ്ക് യു. എന്തെങ്കിലും പർട്ടിക്കുലർ സൈലൻസ് ഉണ്ടോ ഈ പറഞ്ഞ പോലെ യെസ് റിലേറ്റ് ചെയ്തിട്ട്? Oh my God. Embracing. Okay. Forgiveness. അയ്യോ, എനിക്കറിയില്ല. ചില സമയത്ത് 2 റീഡിങ് ഒരുപോലെയൊക്കെ വരുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിലേ ഏതെങ്കിലും 2 റീഡിങ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ രണ്ടും സജസ്റ്റ് ചെയ്യും കേൾക്കാൻ. കാരണം എന്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗോയിങ് ഫോർവേഡ് ആൻഡ് ഓക്കെ കമ്മ്യൂണിറ്റി ഇതേ സ്ഥാനത്ത് വന്നൊരു ഇതുണ്ടായിരുന്നു. ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടൊരു റീഡിങ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് റീഡിങ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ്. കാരണം നമ്മൾ പറയില്ലേ, നിങ്ങൾ ആ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ എനർജീനൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എംബ്രേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ, അതിൻ്റെ ലൈഫിലെ പല സിറ്റുവേഷൻസും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു കമ്മ്യൂണിറ്റി, നിങ്ങളിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആയിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ മുന്നോട്ട് പോകുമോ ഇല്ലയോ, മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സക്സസ് മാനിഫെസ്റ്റായി വരാതിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. മുന്നോട്ട് പോകണോ വേണ്ടേ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ളതാണോ, അത് നമ്മൾ കറക്റ്റ് വേയിലല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള എനർജി വൈസ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ന്യൂ മൂൺ, ഈ വരാൻ പോകുന്ന ന്യൂ മൂൺ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. കാരണം ഏരീസ് ന്യൂ മൂണാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ പുതിയൊരു എനർജി അല്ലെങ്കിൽ പുതുമ വരുന്ന ഒരു ന്യൂ മൂണാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ പല കാര്യത്തിലും ആക്ഷൻ എടുക്കുന്നു. ഇവിടെ ആക്ഷൻ്റെ കാർഡില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ ആക്ഷൻ എടുക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ വരുന്ന പല മാറ്റങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ നന്മയെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ഒരു ഇൻഡെപ്ത്ത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി എനിക്കിവിടെ 100% കിട്ടുന്നുണ്ട്. ഫർദർ ഗൈഡൻസ് എടുക്കാം. വേറെ എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ നോക്കാം. സ്പിരിറ്റ് ഈ പറഞ്ഞ എസ് റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി പറയാനുണ്ടോ സ്പിരിറ്റ്? എസ് റിലേറ്റ് ചെയ്തിട്ട് ഇല്ല. ഓക്കെ, എസ് റിലേറ്റ് ചെയ്തിട്ട് ചാടി പറന്നൊക്കെ പോവുക കേട്ടോ. എവിടെ പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സെക്കൻഡ് ഗൈസ്,
ചാടി കടന്നു പോകുന്നുണ്ട്. 444 ഞാൻ എഗെയിൻ കണ്ടു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഏഞ്ചൽ നമ്പർ ആണ് കേട്ടോ. അപ്പോൾ 4 പൈ നിങ്ങളുടെ ഏഞ്ചൽ നമ്പറാണ് 444. നിങ്ങൾ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ആവുന്ന സമയത്തെ ഏഞ്ചൽ നമ്പർ 444 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ ക്ലാരിറ്റി ഓൺ ദ വേ ആണല്ലോ എൻ്റെ സൈനാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്, Knight of Pentacles, 6 of Wands. ഇതിൽ കൺഫ്യൂഷൻ ആയിരുന്നു, 2 റീഡിങ്ങിൽ എടുത്ത് കാണണേ. 2 of Wands and bottom of the deck in energy, King of Pentacles. ഡിസിഷൻ എടുക്കുക, ആക്ഷൻ എടുക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഡിസിഷൻ എടുക്കുക, ആക്ഷൻ എടുക്കുക. കാരണം ഫൈനാൻസ് ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നെങ്കിലും കുറച്ച് സ്ലോ ആയിരിക്കും ആദ്യം. ഇനീഷ്യലി കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഇനീഷ്യൽ സ്ലോനെസ്സിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, ചില സാധനങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കും, നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ മൂവിങ് ഫോർവേഡ് അതായിരിക്കില്ല സിറ്റുവേഷൻ. അത് ഭയങ്കര നമുക്കൊരു വളരെ വലിയ സക്സസ് ആയിട്ടും വളരെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. പിന്നെ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, സേവിങ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സേവിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻസ് നിങ്ങളുടെ കുറച്ച് സ്ലോ ആണ്, വിചാരിക്കുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നില്ല. അത് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പം അതിലൊരു ഭയങ്കര ചേഞ്ച് വരും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് വളരെ ഹ്യൂജ് സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരും. അത് മാത്രമല്ല, ചില ആൾക്കാർ പുറത്തോട്ട് പോകാനായിട്ട്, വിദേശത്തോട്ട് പോകാനായിട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് പോണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വരും. അത് വേണ്ടുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം തന്നെ ആൾക്കാരെ വരും എന്ന് പറയുന്ന കണക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസിനും നിങ്ങൾക്ക് വേണ്ടുന്ന സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, സ്പിരിറ്റ് ഗൈഡ്സ് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് ഹെൽപ്പ് വരിക, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഫിനാൻഷ്യൽ ഹെൽപ്പ് വരിക. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബിസിനസ് എന്തെങ്കിലും ചെയ്യണോ വേണമെന്നൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യണം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വൈസ് പറയണമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പോലത്തെ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അത്രയും സന്തോഷം തോന്നുന്ന ടൈപ്പ് ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുക. നിങ്ങളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അത് സോൾവായി സോർട്ടായി മുന്നോട്ട് പോകുന്നു. അത് നിങ്ങളതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പർട്ടിക്കുലർ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവിൻ്റെ കാർഡുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരുടെ ബിഹേവിയറും അവരുടെ മാറ്റവും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് എനിക്കിവിടെ കിട്ടുന്നത്. പിന്നെ ചേഞ്ചിൻ്റെ കാർഡ് വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യവും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അങ്ങനെ നിലനിന്ന് പോകാറില്ല. ചേഞ്ചസ് വരും. ഓഫ് കോഴ്സ് ചേഞ്ചസ് ഇല്ലാത്തൊരു ഫീലില്ല. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ നന്മയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പ്ലസ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു കമ്മ്യൂണിറ്റി, നിങ്ങളുടേതായൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. നിങ്ങൾ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരാനൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, പോസിറ്റീവ് വൈബ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിലും വന്നു ചേരും. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ യെസും എല്ലാവരുടെയും റീഡിങ്സും അത്യാവശ്യം നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാ കാർഡ്സിനകത്തും ഒരുപാട് എനർജീസ് ഉണ്ട്. ആ ഒരു എനർജി ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് എനർജീസാണ് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് ക്ലിയർ കട്ട് അറിയണം. അതായത് ഇപ്പോൾ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പ്രഗ്നൻസി അധികം താമസിയാതെ വിത്തിൻ എ ഇയർ ഓഫ് ടൈം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നു എന്നുള്ളൊരു കൺഫർമേഷനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങളും. ഓക്കെ, ആ ഒരു അസർട്ടീവ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസിൽ വരും. നമ്മുടെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ട ഏരിയാസിലാണെങ്കിൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസുമായിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം ഗൈസ്. നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ റീഡിങ്സൊക്കെ കാണുന്നു, കോമൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. എൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഞാൻ എന്നെ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ തിരുത്തി തന്നെ മുന്നോട്ട് പോകും. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. പലരും ഈ പറഞ്ഞ പോലെ കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട് ഓരോരോ ക്വസ്റ്റ്യൻസ്. ഞാൻ അപ്പം റിപ്ലൈ ചെയ്തില്ലെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് സ്പിരിറ്റുമായിട്ട് എന്താ പറയുക
എന്താ പറയുക, അടുത്ത റീഡിങ്സിൽ എന്തെങ്കിലും കൺസ്ട്രെയിനായിട്ട് സ്പിരിറ്റ് ഈ പറഞ്ഞ പോലെ ആരോ ഒരാൾ എൻ്റെ അടുത്ത് ഏഞ്ചൽ നമ്പറിൻ്റെ എന്തുകൊണ്ട് കാണുന്നു അല്ലെ എന്തോ കണ്ടില്ല അങ്ങനെ എന്തോ ഒരു വിഷയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനൊരു ആൻസർ, എനിക്ക് തോന്നുന്നു ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു റീഡിങ് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഈ മിസ്റ്റേക്സും അതുപോലെ എൻ്റെ സംസാരിക്കുക എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ സംസാരിച്ചാൽ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കറിയില്ല. എനിക്ക് വരുന്ന മെസ്സേജസിനകത്തായിരുന്നു ഐ ആം ജസ്റ്റ് എ മീഡിയം, അത്രയും മാത്രമായിട്ട് എന്നെ കൺസിഡർ ചെയ്യുക. റൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളത്. ഓക്കെ, ഇതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോവാം. എല്ലാത്തിലും നമ്മൾ പറയില്ലേ, എല്ലാം നമുക്ക് നല്ലത് വരാനും നല്ലത് നമ്മുടെ ലൈഫിൽ സംഭവിക്കട്ടെ, എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലും സംഭവിക്കട്ടെ. ഒരുപാട് സന്തോഷം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.